ടെക്നോയുടെ ടെക്നോ ഫാൻറ്റം X2 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 50,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ ഫാൻറ്റം X2 Pro എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നോ ഫാൻറ്റം X2 Proയിൽ 6.8 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 10-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഫോണിന്റെ ഫ്രണ്ടിൽ വളരെ മികച്ചൊരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ടെക്നോ ഫാൻറ്റം X2 Proയിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 201 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 9 mm ആണ്. ഈ ഫോണിന്റെ 2 കളർ വേരിയൻസ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മാർസ് ഓറഞ്ചും അതുപോലെ തന്നെ സ്റ്റാർ ഡസ്റ്റ് ഗ്രേയും. ഇനി പ്രോസസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ mediatek dimensity 9000 എന്ന പ്രോസസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്ത ഒരു പ്രോസസറാണ് എന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും ഇതിൽ 5G കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 11ഓളം 5G ബാൻഡ്സ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിന്റെ ബേസ് വേരിയന്റിൽ തന്നെ 12 GB റാമും 256 GB ഇന്റേണലും വരുന്നുണ്ട്. വേറെ വെർഷൻസ് ഒന്നും ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല. പിന്നെ LPDDR5 റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഈ ഫോണിൽ വരുന്നുണ്ട്. മെമ്മറി കാർഡ് സ്ലോട്ട് ഒന്നും ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. പിന്നെ മെമ്മറി ഫ്യൂഷൻ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 5 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫോൺ പെട്ടെന്ന് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പർ ചേമ്പർ കൂളിംഗ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. ഇപ്പം ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ നമുക്ക് പൊതുവെ 3.5 mm ഓഡിയോ ജാക്കും അതുപോലെ തന്നെ മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും ലഭിക്കാറില്ല. പിന്നെ ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള iOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇത് 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പം അവർക്ക് ആൻഡ്രോയിഡ് 13 സോഫ്റ്റ്വെയർ തന്നെ ഉപയോഗിക്കായിരുന്നു. എന്തായാലും ഈ ഒരു ഫോണിൽ ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറേ വരുന്നുള്ളൂ. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സാംസങ് GNVയുടെ സെൻസറാണ്. പിന്നെ രണ്ടാമത് 50 മെഗാ ഒരു പോർട്രേറ്റ് ലെൻസ് കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് റിട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള പോർട്രേറ്റ് ലെൻസ് ആണ്. ആദ്യമായിട്ടാണ് റിട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പോർട്രേറ്റ് ലെൻസ് ഫോണിൽ വരുന്നത്. ഇതിൽ 2.5x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ടെക്നോ ഫാൻറ്റം X2 എന്നൊരു സ്മാർട്ട് ഫോൺ മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോണും ഈ ഒരു ഫോണും തമ്മിൽ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത് ഈ ഒരു സെൻസറിന്റെ കാര്യത്തിലാണ്. പക്ഷേ വിലയുടെ കാര്യത്തിൽ 10,000 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. ആ ഒരു സ്മാർട്ട് ഫോൺ 40,000 രൂപ പ്രൈസ് റേഞ്ചിലും ഈ ഒരു സ്മാർട്ട് ഫോൺ 50,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പം ഈ ഒരു സെൻസർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ള കാര്യം ആലോചിക്കുക. അതിനുശേഷം മാത്രം ഈ ഒരു ഫോണിലോട്ട് വന്നാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ടെക്നോ ഫാൻറ്റം X2 എന്ന ഫോൺ നോക്കാവുന്നതാണ്. പിന്നെ വേറെയും ഓപ്ഷൻസ് ഉണ്ട്. ഈ 2 ഫോണുകളിൽ ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഫോണിൽ മൂന്നാമത് 13 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെൻസർ വെച്ചിട്ട് മാക്രോ ഫോട്ടോസും ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഫ്രണ്ടിൽ 32 മെഗാ സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5160 mAh ബാറ്ററി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. തിരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. ബെസ്റ്റ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന്റെ ഇന്ത്യയിലെ വില വരുന്നത് 49,999 രൂപയാണ്. ആമസോൺ വഴിയാണ് ഫോണിന്റെ സെയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ജനുവരി 24 മുതലാണ് ഫോണിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പ്രീ ഓർഡറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നോ ഫാൻറ്റം X2 Pro എന്ന ഫോണിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ എത്ര പേര് ടെക്നോ പോലുള്ളൊരു ബ്രാൻഡ് പ്രിഫർ ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ടെക്നോ പോലുള്ളൊരു ബ്രാൻഡ് പ്രിഫർ ചെയ്യുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫീച്ചേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സ് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ വിലയുടെ കാര്യത്തിൽ വളരെ മികച്ച പ്രൈസിംഗ് ആണ് എന്നുള്ളൊരു അഭിപ്രായമൊന്നുമില്ല. വില കുറച്ചും കൂടെയൊക്കെ കുറയ്ക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ടെക്നോ ഫാൻറ്റം X2 Pro എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.